എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്വാദിഖ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് പെട്ടെന്നൊരു മുറിവുണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു അപകടം നടന്നാൽ രക്തം വാർന്നൊലിക്കുന്ന ഒരു സ്ഥിതി കണ്ടാൽ എങ്ങനെ നമുക്ക് ആ രക്തം സ്റ്റോപ്പ് ചെയ്യാം, അതായത് ആ ബ്ലീഡിങ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് വളരെ നിസ്സാരമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു അപകടം മുന്നിൽ കണ്ടാൽ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ത്രീകളുണ്ട്, അവർ കറിക്കൊക്കെ അരിയുന്ന സമയത്ത് കത്തി കൊണ്ട് കൈ മുറിയാം. പുരുഷന്മാരാണെങ്കിൽ ഷേവ് ചെയ്യുന്ന സമയത്ത് ഷേവിങ് ബ്ലേഡ് കൊണ്ടിട്ട് ഇവിടെ കവിള് മുറിയാം. അതല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ, ഏതെങ്കിലും അവസ്ഥയിൽ നമുക്കൊരു മുറിവുകൾ സംഭവിച്ച് ബ്ലഡ് ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ രക്തം വാർന്നുള്ള മരണത്തെക്കുറിച്ച്, ഒരു അപകട സമയത്ത് രക്തം വാർന്ന് പോണത് കണ്ടു കഴിഞ്ഞാൽ ആ ആൾ രക്തം വാർന്ന് മരിക്കാനുള്ള അവസരം നമുക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ നഖക്കോണിൽ, നെയിൽ കോർണറിൽ 2 പോയിൻ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ പിക്ക് ഇവിടെ കൊടുത്തേക്കാം. അതിൽ നമ്മൾ വെറുതെ പ്രഷർ കൊടുത്താൽ മതി. നമ്മുടെ 2 വിരൽ വെച്ചിട്ട് ആ തമ്പിൻ്റെ നെയിൽ കോർണറിൽ ഇങ്ങനെ പുഷ് ചെയ്ത് പിടിക്കുക. പുഷ് ചെയ്ത് പിടിച്ചാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ ആ ബ്ലഡ് സ്റ്റോപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു മെത്തേഡാണത്. കാരണം ഇത് ഒരു അക്യുപങ്ചർ പോയിൻ്റാണിത്. കാരണം നമ്മുടെ സ്പ്ലീനിൻ്റെയും ലിവറിൻ്റെയും കൂടി ചേർന്നൊരു പോയിൻ്റാണ്. നമ്മുടെ ലിവറും സ്പ്ലീനും കൂടെയാണ് നമ്മളെ ബ്ലഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡ് അവിടെ അപ്പം തന്നെ സ്റ്റോപ്പ് ആവുന്നു. ബ്ലഡ് ക്ലോട്ടായിട്ട് ആ രക്തം വാർന്ന് പോകുന്ന അവസ്ഥ നിൽക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.